അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടും മാരവും അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. തെക്കൻ കേരളത്തിലെ 7 ജില്ലകളിലാണ് ഇന്നിപ്പോൾ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾ ഇന്നിപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു. 3 കോർപ്പറേഷനുകൾ കൊച്ചി, കൊല്ലം, തിരുവനന്തപുരം കോർപ്പറേഷനുകൾ ഉൾപ്പെടെ 595 തദ്ദേശ സ്ഥാപനങ്ങളിലായി 11,168 വാർഡുകളിലേക്കാണ് ഇന്ന് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മോക്ക് പോളിംഗ് പ്രവർത്തനങ്ങളെല്ലാം തന്നെ കൃത്യം 6 മണിയോടുകൂടി തന്നെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും ആരംഭിച്ചിട്ടുണ്ട്. പ്രശ്നബാധിത പോളിംഗ് സ്റ്റേഷനുകളിൽ കർശനമായ സുരക്ഷയൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇനി കൊല്ലത്തേക്ക് പോവുകയാണ്. കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ലിജോ, കൊല്ലത്ത് എവിടെയോ ഏതോ ഒരു പോളിംഗ് സ്റ്റേഷനിൽ ഈ മെഷീൻ മാറിപ്പോയി എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടല്ലോ. അമൃത, കൊല്ലം ജില്ലയിലെ പത്തനാപുരത്താണ് ബൂത്തിലേക്കുള്ള മെഷീൻ മാറി നൽകിയതായി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് രാവിലെ മോക്ക് പോളിംഗിന് വേണ്ടി എടുത്ത സമയത്താണ് ഇത്തരത്തിൽ മെഷീൻ മാറി നൽകിയെന്നുള്ള കാര്യം കണ്ടെത്തിയിരിക്കുന്നത്. പത്തനാപുരത്ത് ബ്ലോക്ക് ഡിവിഷന്റെ കീഴിലുള്ള ഒരു മെഷീനാണ് മാറി നൽകിയിരിക്കുന്നത്. പട്ടാഴി പാണ്ടിത്തിട ഗവൺമെന്റ് LPSലെ ബൂത്തിൽ നടുത്തേരി ബ്ലോക്ക് ഡിവിഷന്റെ മെഷീനായിരുന്നു എത്തിക്കേണ്ടിയിരുന്നത്. പക്ഷേ അവിടെ എത്തിയത് അതിന് പകരം തലവൂർ ഡിവിഷന്റെ വോട്ടിംഗ് മെഷീനായിരുന്നു. അതായത് ബൂത്തിലേക്ക് നൽകിയത് മറ്റൊരു ബ്ലോക്ക് ഡിവിഷന്റെ ബൂത്താണ്. മറ്റൊരു ബ്ലോക്ക് ഡിവിഷന്റെ സ്ഥാനാർത്ഥികളുടെ പേരുകൾ രേഖപ്പെടുത്തിയ ഒരു ബൂത്ത് ഇതാണ് അവിടെ നൽകിയിരിക്കുന്നത്. അത്തരത്തിലാണ് ഒരു അബദ്ധം പറ്റിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സാധാരണയായിട്ട് ഈ മെഷീനുകളെല്ലാം കൈപ്പറ്റിയതിന് ശേഷം അവരുടെ കയ്യിൽ സ്ഥാനാർത്ഥികളുടെ ഒരു ലിസ്റ്റിൻ്റെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും. അതും മെഷീനിലെ ലിസ്റ്റുകളും തമ്മിൽ അവർ അത് പരിശോധിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു കാര്യം പറ്റിയെന്നറിയില്ല. കാര്യം ഇത്തരത്തിൽ ത്രിതല പഞ്ചായത്ത് വരുന്ന സമയത്ത് 3 മെഷീനുകളാണുള്ളത്. അതിൽ അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയതാണെന്നുള്ളതാണ് ഒരു നിഗമനത്തിലെത്തിയിരിക്കുന്നത്. എത്രയും വേഗം തന്നെ അവിടേക്കുള്ള മെഷീൻ മാറ്റി നൽകാനുള്ള ഒരു ക്രമീകരണവും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അമൃത, ശരി. ഇപ്പോൾ KS ശബരീനാഥൻ, കോൺഗ്രസ് നേതാവ്, മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് പ്രതീക്ഷയാണ്. രാവിലെ തന്നെ ജവർണർ LPSൽ എത്തിയിരിക്കുകയാണ്. കവടിയാർ വാർഡിൽ 5 ബൂത്താണ് ഉള്ളത്. അതിൽ 4 ബൂത്ത് ഈ ജവർണർ സ്കൂളിലും 1 ബൂത്ത് ടെമ്പിൾ എൻട്രി സ്കൂൾ അമ്പലമുക്ക് ഭാഗത്തുമാണ്. അപ്പം നല്ല പ്രതീക്ഷയാണ്. ഇത്തവണ തീർച്ചയായിട്ടും ചരിത്രവൃത്തി കുറിച്ചുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ UDF 51 സീറ്റിൽ കൂടുതൽ വിജയിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട്. കവടിയാറിലും നല്ല ഒരു വിജയമുണ്ടാകും. പിന്നെ രാവിലെ ആയതുകൊണ്ട് വേറെ രാഷ്ട്രീയമൊന്നും പറയുന്നില്ല. എല്ലാവരും രാവിലെ തന്നെ വന്ന് തീർച്ചയായിട്ടും വോട്ട് ചെയ്യുക. എല്ലാ ജില്ലകളിലും ഒരു മികച്ച പ്രതികരണം. വോട്ട് ചെയ്യുക എന്നുള്ള നമ്മളെല്ലാവരുടെയും ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു അവകാശമാണ്. തീർച്ചയായിട്ടും വന്ന് വോട്ട് ചെയ്യുക. ആ വോട്ട് നിങ്ങളെല്ലാവരും UDF സ്ഥാനാർത്ഥികൾക്ക് നൽകുക എന്നോട് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. സംസ്ഥാനത്ത് അങ്ങനെ ഒരു UDF അനുകൂല സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നു കൃത്യമായി ഒന്ന് ബോധ്യപ്പെട്ടു. തീർച്ചയായിട്ടും നമ്മൾ പോകുന്നിടത്തൊക്കെ വലിയൊരു ഒരു സന്തോഷം ആളുകളുടെ മനസ്സിലുണ്ട്. അപ്പോൾ നമ്മളെ കാണുമ്പോൾ ഒരു തിളക്കം ആളുകളുടെ കണ്ണിൽ കാണുന്നുണ്ട്. ആ തിളക്കം UDF നല്ലൊരു ഗ്രൗണ്ട് വർക്ക് നടത്തിയിട്ടുള്ളതിൻ്റെ ഒരു വിശ്വാസമാണ്. ആളുകൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ഒരു പ്രസ്ഥാനം UDFും ഇന്ത്യൻ കോൺഗ്രസും ഒക്കെയാണ്. ഇപ്പോൾ കോൺഗ്രസ് ശക്തമായി മുന്നോട്ട് വരുന്നതിനുള്ള ഒരു സന്തോഷം ആളുകളുടെ മനസ്സിലുണ്ട്. നമ്മൾ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വികസനം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആളുകൾ തുലനം ചെയ്തുകൊണ്ട് പാർട്ടികളെയും സ്ഥാനാർത്ഥികളെ തുലനം ചെയ്തുകൊണ്ട് നല്ല വിജയം UDF സ്ഥാനാർത്ഥികൾക്കുണ്ടാവും. കോർപ്പറേഷൻ അപ്പോൾ എന്തായാലും UDF ഭരണത്തിലേക്ക് വരും. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക്സ്. കോൺഗ്രസ് നേതാവ് KS ശബരീനാഥൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ സ്ഥാനാർത്ഥി കൂടിയാണ് ശബരീനാഥ്. ഏതായാലും UDFന് അനുകൂലമായ ഒരു സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ UDFനൊപ്പം നിൽക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടി KS ശബരീനാഥൻ പങ്കുവയ്ക്കുന്നുണ്ട്.